ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. അതായത് ചില ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ചിലയെന്നല്ല, ഇപ്പോൾ മിക്കവാറും തന്നെ എല്ലാത്തരം ഹെൽത്ത് പ്രൊവൈഡേഴ്സും കൊടുക്കുന്ന ഒന്നാണ് ടെലി ഹെൽത്ത് എന്ന ഒരു പദ്ധതി. അതായത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട കേസിലാണ് പോലും വലിയ അത്ര മേജറായിട്ടുള്ള കേസുകളല്ലെങ്കിൽ നമുക്ക് ഒരു വിസിറ്റിങ്ങിന് ഹോസ്പിറ്റലിൽ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ ഒരു ടെലിഫോൺ വഴി നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഓൺലൈനിൽ ഡോക്ടറെ കണ്ട് സംസാരിക്കാനും നമ്മളുടെ ഇഷ്യൂസ് പറയാനും വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിക്കും. ഇതിനെയാണ് ടെലി ഹെൽത്ത് എന്ന് പറയുന്നത്. അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. കാരണം സാധാരണ പറയുന്ന പോലെ ഹോസ്പിറ്റലിൽ പോയി തിരക്കണ്ട, ക്യൂ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് അതിന് ഓൺലൈനായിട്ടുള്ള അത്തരം ഫെസിലിറ്റീസ് എടുത്തുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് ഡോക്ടറോട് സംസാരിക്കാനും നമുക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനും സാധിക്കും. നമുക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ അവർ വാട്സപ്പ് വഴിയൊക്കെ അയച്ചു തരും. നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മെഡിസിൻ മേടിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ റെക്കോർഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഹോസ്പിറ്റലാണെങ്കിൽ നമ്മുടെ റെക്കോർഡുകൾ അവർക്ക് അവിടെ നിന്ന് തന്നെ ഓൺലൈനിൽ അത് പരിശോധിക്കാനും വേണ്ട നടപടിയെടുക്കാനും ഡോക്ടേഴ്സിനും എളുപ്പമാണ്. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് അവിടെ വരെ പോകുന്നതിൻ്റെ എക്സ്പെൻസ്, അതുപോലെ ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലിരുന്നുകൊണ്ടാകുമ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ഓൺലൈനിൽ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ആണ് അതുകൊണ്ട് കിട്ടുന്നത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസി കേസ് എന്ന് പറഞ്ഞാൽ അത്ര അത്യാഹിതമല്ലാത്ത ഏതൊരു കേസും നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പം പനിയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റൽ വരെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, ട്രാവലിംഗ് എക്സ്പെൻസ്, അല്ലെങ്കിൽ അവിടെ പോയി ക്യൂ നിന്ന് നമ്മുടെ സമയവും കാശും നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിലവാക്കേണ്ടി വരുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ടെലി ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയാം. അപ്പം നമുക്ക് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ വലിയ സിറ്റി ഒന്നുമല്ല ഉള്ള ഏരിയയിലേക്ക് ഉള്ളവർക്കാണെങ്കിൽ പോലും ഈ ടെലി മെഡിക്കൽ വഴി നമുക്ക് മികച്ച ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ നമുക്ക് ടെലി കൺസൾട്ടേഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ ഉള്ള ഏരിയയിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് മികച്ച ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ ടെലി ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മികച്ച ഹോസ്പിറ്റലിൽ തന്നെ അവർക്ക് ഇവിടുന്ന് ബുക്ക് ചെയ്ത് ഓൺലൈനിലിരുന്ന് ഡോക്ടറെ കണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് വേണ്ട ഡയഗ്നോസോ കാര്യങ്ങളോ വേണമെങ്കിൽ ഡോക്ടർ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു റിവ്യൂ ചെയ്യാനും റിവിസിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇൻ കേസ് വേണ്ടി വന്നാൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട ആവശ്യമുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം വളരെ സൗകര്യമാണ്. പ്രത്യേകിച്ചും വീടുകളിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? അതുപോലെ അവരെ അവിടെ കൊണ്ട് ഒരുപാട് നേരം ഇരുത്താനോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെലിമെഡിക്കൽ വഴി അവരെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം മിക്ക മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സും ഇത്തരം ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിൽ എത്ര ഉണ്ടാകുന്നു ചെക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫെസിലിറ്റീസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഈ പകർച്ചവ്യാധികളോ അങ്ങനെ പനിയോ ഒക്കെ ഉള്ള ആ ഒരു വൈറൽ ഫീവറൊക്കെ ഉള്ള സീസണിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇതെല്ലാം കൂടി ഉൾപ്പെടെയുള്ള എമൗണ്ട് നമ്മൾ അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ കഴിയുന്നതും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം മികച്ച ട്രീറ്റ്മെൻറ്റ് എടുക്കാനും എല്ലാം നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവരും അവരവരെ ഹെൽത്തും സംരക്ഷിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.